ഹലോ കൂട്ടുകാരെ, അപ്പോൾ ദേ ഇന്ന് കർക്കിടകം 2-ാം ദിവസം ഇന്ന് നമ്മുടെ വേളകുന്നപ്പുഴ അമ്പലത്തിലാണ് കേട്ടോ പോകുന്നത്. നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ 9 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ രാമായണ മാസമായിട്ട് അവിടെ സപ്താഹത്തിൻ്റെ ഫ്ലെക്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓഗസ്റ്റിലാണ് അവിടെ സപ്താഹം വരുന്നത്. അപ്പോൾ ശനിയാഴ്ച അതിൻ്റെ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ദേ ഇത് നമ്മുടെ സുജീഷേൻ്റെ കൂട്ടുകാരനാണ്, അഭിഷേക് എന്നാണ് കേട്ടോ പേര്, അഭിഷേക് മാരാർ. അങ്ങനെ നമ്മൾ തൊഴാനായിട്ട് അകത്തേക്ക് കയറുകയാണ്. നമ്മൾ കുറച്ചധികമായിട്ടോ ഭഗവാനെ കാണാനായിട്ട് വന്നിട്ട് അങ്ങനെ നമ്മളിതേ തൊഴുത് ഇറങ്ങി. സുജിച്ചേട്ടൻ്റെ 2 മക്കൾക്കും ചന്ദനമൊക്കെ തൊട്ട് കൊടുത്തു. നമ്മുടെ അമ്പലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിലെടുത്ത പുല്ലൊക്കെ ക്ലീൻ ആക്കാനായിട്ട് 2 ചേട്ടന്മാർ. അങ്ങനെ നമ്മളിത് അയ്യപ്പൻ്റെ അടുത്ത് എത്തി. അയ്യപ്പനെയും തൊഴുത് നമ്മൾ നേരെ കഞ്ഞി കുടിക്കാനായിട്ട് പോയി. ശനിയാഴ്ച ദിവസം നമുക്കിവിടെ ഇളകുന്നപ്പുഴ അമ്പലത്തിൽ കഞ്ഞി ഉണ്ടാവും. അപ്പോൾ കഞ്ഞിയും പയറും അച്ചാറും ആയിരുന്നു. അപ്പോൾ സുജിച്ചേട്ടൻ്റെ 2 പ്ലേറ്റിൽ കഞ്ഞിയൊക്കെ വാങ്ങിച്ച് നമ്മളിത് കഞ്ഞി കുടിക്കാനായിട്ട് ഇരുന്ന്. ആദ്യം കുറച്ച് നേരം 2 പേരും നല്ല കുട്ടികളായിട്ട് ഇരുന്നെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ദേവൂട്ടിന് വാശിയായി. അവൻ ഒറ്റക്ക് ആ ചൂടുള്ള കഞ്ഞി കോരി കുടിക്കണം അത്രേ. അങ്ങനെ സുജീഷേട്ടൻ വേഗം ദേവൂട്ടിനെടുത്ത് ഞാൻ വേഗം കഞ്ഞി കുടിച്ച് പുറത്തിറങ്ങി. ഞങ്ങൾ 3 പേരും കൂടി മീനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ മീനുണ്ട് കേട്ടോ. മോനിട്ട് മെയിനായിട്ട് ഇവിടെ വരുന്നത് തൊഴാനല്ല, മീനെ കാണാനാണ്. അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ പറഞ്ഞു വെക്കും എനിക്ക് മീനെ കാണണോട്ടാന്ന്. അങ്ങനെ ഞങ്ങൾ മീനൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സുജീഷേട്ടൻ കഞ്ഞിയൊക്കെ കുടിച്ച് പുറത്തിറങ്ങി. പിന്നെ കുറച്ച് നേരം അച്ചായി മോനോട് മീനെയൊക്കെ കണ്ട് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് തിരിച്ചു പോന്നു. വീട്ടിൽ വന്ന നേരെ ഞാൻ മുക്കൂറ്റി പറിച്ച് മുക്കൂറ്റിയൊക്കെ അരച്ച് നെറ്റിയിൽ തൊട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ചാച്ചാ ബൈ ബൈ. ഓക്കെ, സീ യു.